ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളെല്ലാം നിറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർത്താക്കുറിപ്പോ മറ്റോ എടുത്ത് സംസാരിക്കുന്നവരെ അതിൽ നെതന്യാഹുവിന് 6 വിരലുകളുണ്ട്, AI നിർമ്മിതമാണെന്ന് പറയുന്നു. ഇതിനിടയിൽ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം വിങ്സ് ഓഫ് സിയോൺ അത് ജർമ്മനിയിലേക്ക് പകർന്നു. അതിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ അനുസരിച്ച് ഒരു പ്രധാനമന്ത്രി സൈന്യത്തെ നിയന്ത്രിക്കുന്ന രാജ്യം വിട്ടുപോയി എന്ന് പറയുന്നു. സത്യത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടോ? നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല. വൺസ് ഫോർ ഓൾ ഞാൻ തീർത്ത് പറയാം. നെതന്യാഹു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം, എന്നാൽ അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഈ 6-ാം വിരൽ പരിപാടിയൊക്കെ ആ സാധനം തന്നെ വ്യാജമാണ്. എന്നിട്ട് അതിൽ 6 വിരലുണ്ട്, അതുകൊണ്ട് അത് കള്ള നെതന്യാഹു ആണെന്നൊക്കെ. ഇറ്റ്സ് ഓൾ യൂസ്ലെസ്. നെതന്യാഹു മരിച്ചാൽ അത് ആദ്യം ഡിക്ലെയർ ചെയ്യുന്നത് ഇസ്രായേലായിരിക്കും. കാരണം ഇസ്രായേൽ സിനജി അവരുടെ ആത്മവിശ്വാസം എത്രയാണെന്നറിയാം. ഈ യുദ്ധത്തിൽ സിനജി നോക്കും, തങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വിഷ്വൽസ് പുറത്തു വിടുന്നത് ഇസ്രായേൽ മാത്രമാണ്. ഇസ്രായേൽ പറയുന്നു ആ 30 മിസൈൽ വന്നിരുന്നു, 28 ഞങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, 2 വീണു, ആ ബിൽഡിങ് തകർന്നു. ഞങ്ങൾ ആദ്യം മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ആൾനാശം ഉണ്ടായില്ല, ബട്ട് ബിൽഡിങ് തകർന്ന് കിടക്കുന്നു. അവിടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അയാളുടെ ബൈറ്റ് കൊടുക്കുന്നു. സോ ട്രാൻസ്പെറൻറ്റ്. ഇസ്രായേൽ ഇതൊന്നും മറച്ചു വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ നെതന്യാഹു മരിച്ചു. നമ്പർ 2, നെതന്യാഹു ഒറ്റ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തൊന്നുമല്ല ഇസ്രായേൽ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹീസ് ദ ഫേസ് എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് പുള്ളി പബ്ലിക്കിൽ സംസാരിക്കുന്നു. വേറെ എത്ര പേരാണ് അങ്ങയുടെ കൂട്ടത്തിൽ? പ്രതിപക്ഷം വരെ അങ്ങയുടെ കൂട്ടത്തിലാണില്ല. നെതന്യാഹു അങ്ങനെ ഇസ്രായേലുകാർക്ക് ഇഷ്ടപ്പെട്ട നേതാവുമല്ല. നെതന്യാഹുവിൻ്റെ പേരിൽ അഴിമതി ആരോപണമുണ്ട്, കേസുണ്ട്. നെതന്യാഹു രാജിവെക്കണമെന്ന് പറഞ്ഞ് കൂടെ അവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ പോലും നെതന്യാഹു രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ജാഥ നടത്തുന്ന ടീമാണ് ഇസ്രായേൽ. അതുകൊണ്ട് നെതന്യാഹു മരിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തകരാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തിന് അവർ ഈ മറച്ചു വയ്ക്കുന്നത്? അതൊന്നും വെറുതെ പറയുന്നതാണ്. നെതന്യാഹു പച്ച ജീവനോടെ ഇസ്രായേലുണ്ട്. ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇല്ലാതായി എന്ന് ഇറാൻ പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാം, സൈനികരുടെ ഒരു പ്രതിരോധ ശേഷി അത് തകർത്ത് കളയും. ഇതൊക്കെ തന്നെ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ പിന്നെ ഈ നെതന്യാഹുവിന് പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടുത്തെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം കൊടുക്കുകയല്ലേ വേണ്ടത്? പ്രത്യക്ഷപ്പെട്ട് കൊടുത്തല്ലോ. അല്ല, അതും വീഡിയോ ആണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അല്ല, അതിപ്പോൾ എന്ത് സാധനം വീഡിയോ പറയാൻ? അപ്പോൾ അങ്ങേര് നേരിട്ട് ഒരു സ്റ്റേജിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് ഡ്യൂപ്പാണെന്ന് പറയാം. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നെതന്യാഹു മരിച്ചാൽ മരിച്ചു എന്ന് പറയാൻ ഇസ്രായേലിന് എന്താ കുഴപ്പം? ഇറാൻ ഇപ്പോഴും നെതന്യാഹു മരിച്ചു എന്ന് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. അമേരിക്കയും കൺഫേം ചെയ്യുന്നില്ല. മറ്റൊരു രാജ്യവും പറയുന്നില്ല. അപ്പം പിന്നെ വെറുതെ ഇരിക്കുന്ന നെതന്യാഹുവിനെ കൊന്നിട്ട് എന്താ കാര്യം? അങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല, നല്ല ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഈ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ആക്രമണത്തിന് പിന്നിൽ. ശരിക്കും പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിലല്ല പ്രശ്നം. ഇപ്പോൾ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമ്പോൾ അമേരിക്കൻ ജനത ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക GCC രാജ്യങ്ങളിൽ പോലും സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ഒരു കാരണവശാലും ഇറാൻ ആണവായുധമൊന്നും ഉണ്ടാക്കരുത്, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാകരുത്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ ഒരു കളിപ്പാവ് പോലെ കൊണ്ട് നടക്കുന്നത്. ഇവിടെ നെതന്യാഹുവിൻ്റെ തന്ത്രമാണ്. ഇപ്പോൾ ട്രംപ് തിരിച്ചറിയുമ്പോൾ നെതന്യാഹുവിനെ ട്രംപ് തന്നെ തീർത്ത് കളയും. ഇത്തരത്തിൽ നെറേറ്റീവുകൾ വരുന്നത് അല്ല, ഇതെല്ലാം ഈ കോൺസ്പിറസി തിയറീസ്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരില്ലാത്ത കോൺസ്പിറസി മുഴുവൻ ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഗൾഫിൽ ആക്രമണം നടത്തുന്നത് തന്നെ മൊസാദാണ്, ഇറാനല്ല. അത് കേട്ടിട്ടില്ല? അതെ അതെ, അങ്ങനെ ചെയ്യും. ഗൾഫിൽ അമേരിക്കൻ ബേസസ് വരാൻ കാരണം ഇറാനാണ്. ഇറാനെ പേടിച്ചിട്ടാണ് ഗൾഫുകാരെല്ലാം അമേരിക്കയോട് പറഞ്ഞു ഇവിടെ ബേസ് വെച്ചത്. ഇറാനാണ് ഇതിന് കാരണം. അത് വാസ്തവമാണ്. പിന്നെ ഇറാൻ ഇവരെ പേടിപ്പിച്ചുകൊണ്ട്, ഇറാൻ്റെ ആവശ്യം എന്താ? ലോകം മൊത്തം ഷിയ മുസ്ലിമായിട്ട് മാറുക, അതിൻ്റെ തലവനായിട്ട് അലി ഖമനേയി ഉണ്ടാവുക. ഇതാണ് ഇറാൻ്റെ ആവശ്യം. ഇതേ ആവശ്യമുള്ള വേറൊരു കക്ഷിയാണ് തുർക്കി.
തുർക്കിയാണ് ഖലീഫ. ഞാനല്ലാതെ ആരുടെ ഈ നാട്ടിൽ ഖലീഫ? ലോക മുസ്ലിങ്ങൾ മുഴുവൻ സുന്നി മുസ്ലിങ്ങളാവണം, തൻ്റെ കീഴ്ക്കീഴിലാവണം എന്ന് തുർക്കി സുൽത്താൻ. മൂന്നാമത് സൗദി അറേബ്യ. ഞങ്ങൾ മക്കയും മദീനയും ഒക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഞങ്ങൾ. പക്ഷേ സൗദി അറേബ്യ ഈ ഒരു മത തർക്കത്തിന് പോകാറില്ല. ബാക്കി രണ്ടുപേരും ആവശ്യം പോലെ പോകാറുണ്ട്. ഇറാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. തുർക്കി ചിലപ്പോഴൊക്കെ അത് പറയും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്ത് വളരെ മോഡേണായിട്ട് ജീവിച്ചിരുന്നവരാണ് താനും. തുർക്കിയാണെങ്കിലും ഇറാനാണെങ്കിലും. തുർക്കിക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എർദോഗാൻ വന്നതിന് ശേഷം അത് കൂടുതൽ ഫണ്ടമെൻ്റലിസ്റ്റ് ഭരണകൂടമായിട്ട് മാറി. ഈ മൂന്ന് പേര് ഉള്ള സ്ഥിതിക്ക് അതിൽ സൗദി അറേബ്യയും അതിൻ്റെ ചുറ്റുവട്ടം കിടക്കുന്ന ചെറിയ ദ്വീപുകളും കരകളും ഒക്കെ ചേർന്ന് എമിറേറ്റ്സ് എന്ന് പറയുന്നത് ഒക്കെ ചേർത്ത് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ ചെല്ലുന്നത്. അമേരിക്കയ്ക്ക് അന്ന് രണ്ടാവശ്യം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ബേസ് ഉണ്ടാവുക. നമ്പർ 2, അവിടുത്തെ എണ്ണ അവരുടെ കൺട്രോളിലാവുക. ഇവഞ്ച്വലി ഈ രണ്ട് കാര്യങ്ങളും അവർ സാധിക്കുകയും ചെയ്തു. ഇനിയിപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കവും കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇറാനെ അനുകൂലിക്കുന്ന ചില രാജ്യങ്ങളാണെന്ന് പറയുന്നത്. അതായത് ഉത്തര കൊറിയ എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിലേക്ക് പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും പരോക്ഷ സഹായമുണ്ട്. കൂടാതെ ഉക്രൈൻ്റെ പ്രതിരോധ സംവിധാനം അത് വേണമെങ്കിൽ ഇനിയിപ്പം അവരുപയോഗിച്ചോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഉക്രൈനും ഒക്കെ വീണ്ടും ഇതിലേക്ക് യുദ്ധമുഖത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയാണോ? ഉക്രൈൻ വലിച്ചഴക്കപ്പെടുന്നതല്ല. ഈ കാമിക്കാസെ ഡ്രോൺസ് തടയാൻ ഏറ്റവും വിദഗ്ധന്മാർ ഉക്രൈൻ പട്ടാളക്കാരാണ് എന്നാണ് ഒരു ധാരണ. അപ്പോൾ അവരിൽ കുറച്ച് പേരെ ട്രംപിന് വിട്ടുകൊടുക്കണമെന്ന് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു. സെലൻസ്കി അത് വിട്ടുകൊടുത്തു. എങ്ങനെ ഈ ഡ്രോൺ ആക്രമണം തടയാൻ? കാരണം ഡ്രോൺ ആക്രമണം ഒരു ലോ കോസ്റ്റാണ് ഡ്രോൺ. ഒരു ചെറിയൊരു ഡ്രോൺ കൊണ്ട് വളരെ വലിയ, ഇപ്പോൾ ഇവരുടെ സൗദി അറേബ്യയുടെ വിമാനം തകർത്തു എന്നൊക്കെ പറഞ്ഞു. അതെ, ആ വിമാനത്തിന് $1.2 ബില്യൺ മറ്റാണ് വില. അത് തകർത്ത ഡ്രോൺ വെറും $4000. അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഇഫക്റ്റീവായ ഒരു സാധനമാണ് ഡ്രോൺ. ഇതിനെ ഫലപ്രദമായിട്ട് ചെറുത്ത ആളുകളാണ് യുക്രൈൻകാർ. അതെങ്ങനെ ചെയ്തു? അതിൻ്റെ ടെക്നോളജിയൊക്കെ ഇവർക്കറിയാം. ബട്ട് അതിൻ്റെ എക്സ്പെർട്ടീസ്, ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, അത് സെലൻസ്കിയോട് പറഞ്ഞിട്ട് സെലൻസ്കി ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടു. ആൾ പോയി കഴിഞ്ഞു. പക്ഷേ സെലൻസ്കി പറഞ്ഞു, എനിക്ക് കുറേ ആയുധങ്ങളും ഇത് കാശും ഒക്കെ തരണം കേട്ടോ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അവർ പോയിട്ട് അവർ പഠിപ്പിക്കും. അതനുസരിച്ച് അവർ പ്രവർത്തിച്ച് ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകൾ തടയാനുള്ള പരിപാടി ചെയ്യും. യുദ്ധം നീണ്ടുപോകും സാരം. അപ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ പറയുന്നത് ഞങ്ങൾ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്തും. പക്ഷേ അവർ പറയുന്നുണ്ട് ഈ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെയോ ഒന്നും കപ്പലുകൾ ഞങ്ങൾ ഇതുവഴി പോകാൻ അനുവദിക്കില്ല, ബാക്കിയുള്ളവർക്കൊക്കെ സുഖമായിട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ഇറാൻ്റെ നിലപാട്, IRGCയുടെ നിലപാടൊക്കെ പറയുന്നത് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അമേരിക്ക വെല്ലുവിളിക്കാൻ പറ്റുന്ന. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞ് എന്തുകൊണ്ട് നെതന്യാഹുവിൻ്റെ വിമാനം എന്തിനും ജർമ്മനിയിൽ പോയി? ഈ ചോദ്യങ്ങൾക്കൂടെ ഉത്തരം വേണ്ടേ? അല്ലാതെ ഇതൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന ഗൂഢാലോചന കഥകളാണ്. എന്തിന് ജർമ്മനിയിൽ പോയി? ആകെ സൗകര്യം അയാൾ ജർമ്മനിയിൽ പോയി. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ആത്യന്തികമായിട്ട്. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്നത്, അമേരിക്ക, പിന്നെ ഈ ഇസ്രായേൽ, ഇവരൊക്കെ അന്യോന്യം സപ്പോർട്ട് ചെയ്യും ഒരു ആപത്തിൽ. അപ്പോൾ ഇദ്ദേഹം ജർമ്മനി പോയി, ഞാനത് കണ്ടില്ല ആ വാർത്ത. പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടാകും. വിമാനം അവിടെ പോയി എന്നാണ് പറയുന്നത്. ആ വിമാനം പോയി. അതിനു മുമ്പ് സൈപ്രസിൽ പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ കുറേ, ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺസ്പിറസി തിയറീസ് ഒരുപാട് പറക്കും ഈ സമയത്ത്, യുദ്ധസമയത്തും സമാധാന സമയത്തും. അതിലൊന്നാണ് ഇത്തരം ഈ ചവറക്കൈ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല.
അപ്പോൾ ഒരു രാജ്യത്തെ സൈന്യാധിപൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് ആ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എവിടെ നിൽക്കുന്നു, എവിടെ ഒളിവിലാണോ ബങ്കറിലാണോ, ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നെതന്യാഹു ഭയങ്കര ധീരനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ യുദ്ധത്തിൽ ഈ ഒരു ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടാണ്. സൈനിക സേവനം നടത്തിയ നെതന്യാഹു ഒരു പക്ഷേ നെഞ്ചുമൊക്കെ വിരിച്ചു വന്നത് ഞാൻ ഇവിടെ ഉണ്ടാ, ഇനി ഞാനാണ് നേതൃത്വം നൽകുന്നതൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന ഒരു ദിവസം അതുണ്ടാവുമോ? ഉണ്ടാവണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഇത് സെറ്റിലായി പൊക്കോളും. നെതന്യാഹു ആവശ്യത്തിന് പുള്ളിയുടെ ബഹളം ഈ വീഡിയോയിലൂടെ നടത്തുന്നുണ്ട് ഇടയ്ക്കിടെ. ഇനിയിപ്പോൾ നേരെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാനടാ നമ്പർ 1 എന്നൊക്കെ പറയേണ്ട കാര്യം അതൊന്നുമില്ല. അതില്ലാതെ തന്നെ അവർ സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇറാൻ തോറ്റു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം? എന്നൊന്നുമില്ല. കാരണം ഇറാൻ്റെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വിജയമാണ്. എന്താണ് അവരുടെ വിജയത്തിന് അവർ വെച്ചിരിക്കുന്ന ടാർഗറ്റ്? ഞാനിപ്പോൾ സിനിജിയുടെ പോക്കറ്റിലെ പേന തട്ടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അത് തട്ടിയെടുത്താൽ ഞാൻ വിജയിച്ചു. അതെല്ലാം ഒരു ടാർഗറ്റും ഇല്ല. അത് സിനിജിയെ ഞാൻ കയറി ചുമ്മാ ഉപദ്രവിക്കുന്നു. സിനിജു തന്നെ ചോദിക്കുന്നു, എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടതെന്താന്ന് പറ, എനിക്കറിഞ്ഞൂടാ. ആ വലിയ ബഹളം. ഇപ്പം ഏകദേശം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഈ സ്ഥിതിയിലാണ്. പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ലാതെ നേരം വെളുത്ത് കഴിയുമ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ബോംബിട്ടാലോ ചേട്ടാ, എന്നാൽ ശരി, പോകുന്നു, കുറേ ബോംബിടുന്നു, തിരിച്ചു വരും. ഈ അവസ്ഥയാണ്. എങ്ങോട്ട് പോകുന്നു അവർക്ക് പിടിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നെതന്യാഹു ഈ തട്ടിപ്പോയി അല്ലെ നെതന്യാഹു ഇല്ല എന്ന് പറയുന്നതൊക്കെ വെറും ഊഹാപോഹ കഥകൾ മാത്രം. ഈ ഇറാൻ തോറ്റു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യുദ്ധം അനന്തമായിട്ട് നീണ്ടുപോകും. നമുക്ക് ഈ ഗ്യാസ് ഷോർട്ടേജ് അല്ലെങ്കിൽ ഇന്ധനക്ഷാമം ഇതെല്ലാം തന്നെ ലോകത്ത് സംഭവിക്കും. ലോകം ഒന്ന് റീസെറ്റ് ആകും, വല്ലാതെ ഡിസ്റ്റർബ്ഡായിട്ട് പിന്നെ എവിടെയെങ്കിലും സെറ്റിലാകും. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ യുദ്ധം പാമ്പും ചാകില്ല വടിയൊടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത്. വാർ ഓഫ് അട്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ഭീകരാക്രമണം ഉണ്ടാകും, ചില യഥാർത്ഥ ആക്രമണം ഉണ്ടാകും. ഇങ്ങനെ ചെയ്ത് അങ്ങനെ തീർത്താലും തീരാത്തതായിട്ട് കിടക്കും. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കിടക്കുന്ന കണ്ടില്ലേ, അതുപോലെ കിടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.